നമസ്കാരം. നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അതിൽ എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് അമ്മയോട് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് റോഷ്നി. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി തീർന്നിരിക്കുകയാണ് ഓട്സ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഓട്സ് കഴിക്കാനാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടായിട്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഓട്സ് ഓംലെറ്റാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോലെ. ശരി മോനെ. ഇതിനായി ഓട്സ് ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, സാധാ ഗ്ലാസ്. 3 മുട്ട, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചെറുത്, പൾപ്പെല്ലാം മാറ്റി ഇടത്തരം ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 8-10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1/4 ഗ്ലാസ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഗ്യാസിലേക്ക് വെക്കാം. ഇതിലേക്ക് ഈ ഓട്സ് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ 2 മിനിറ്റോളം നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. നന്നായിട്ട് വറക്കണ്ടല്ലേ അമ്മേ? വേണ്ട മോനെ. ഇപ്പം 2 മിനിറ്റോളം നമ്മളൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഓട്സ്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഒന്ന് ആറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് നമ്മൾ പൊടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ആദ്യം തന്നെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പുനീരാണ് നമ്മൾ ഒഴിക്കണത്. പിന്നെ ചെറിയ ഉള്ളി, കുരുമുളക്, ഇത് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, തക്കാളി, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പിന്നെ നമ്മളൊരു 1/4 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് യോജിപ്പിക്കാം. ഇനി ഓട്സ് പൊടിച്ചത് നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ഒന്നിച്ചിടാതെ കുറേശ്ശെ വീതം നമുക്ക് ഇട്ട് കൊടുത്ത് ഈ കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതെല്ലാം നല്ല മിക്സ് ആയല്ലേ? അതെ, ഓട്സിൻ്റെ കൂട്ടെല്ലാം നമ്മളിതിൽ ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവ വെച്ച് ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തവ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. നമ്മൾ 2 രീതിയിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം എരിവ് അല്പം കുറച്ചും പിന്നീട് അല്പം എരിവ് കൂട്ടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ രീതിയിൽ ഓട്സ് തയ്യാറാക്കി കൊടുത്താൽ ഓട്സ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പോലും ഓട്സ് കഴിക്കും. അതെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്
ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ 2 ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് എരിവും ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം വറുത്ത് മാറ്റിയതാണ്. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതിയാവും. ഇതുപോലെ എല്ലാ ഓംലെറ്റും തയ്യാറാക്കി എടുക്കാം.